തിരുവനന്തപുരം നെടുമങ്ങാട്ടെ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽ നടപടിയുമായി MVD. ഡ്രൈവറുടെ ലൈസൻസ്, ബസിന്റെ ഫിറ്റ്നസ് പെർമിറ്റ് എന്നിവ റദ്ദാക്കി. അപകട കാരണം അമിത വേഗവും അശ്രദ്ധയുമാണെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രജിത്ത്, ആദ്യം തന്നെ ഈ ഡ്രൈവർ അരുൾദാസ് സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ന് അരുൾദാസിനെ പിടികൂടിയ ഒരു സാഹചര്യമുണ്ട്. ആദ്യം മുതൽ തന്നെ ദൃക്സാക്ഷികൾ പറഞ്ഞത് വലിയ വേഗത ഉണ്ടായിരുന്നു, അമിത വേഗമാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്ന് ആദ്യം തന്നെ സംശയങ്ങളെല്ലാം ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൃത്യമായി അത്തരത്തിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് അല്ലേ? ദേവിക, അങ്ങനെ തന്നെയാണ്. കാരണം ആദ്യം ഈ അപകടമുണ്ടായ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്ന പ്രദേശവാസികൾ, അപകടം നേരിട്ട് കണ്ടവർ തന്നെ പറഞ്ഞത്, വളവിൽ നിന്ന് പൊടുന്നനെ ഒരു വാഹനം വരുന്നു. ആ വാഹനം പെട്ടെന്ന് വളവിലെത്തുന്ന സമയത്ത് ബ്രേക്ക് ഇടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നു. അപ്പോഴേക്കും ഈ അമിത വേഗത കാരണം വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു. നേരെ അവിടെ ഉണ്ടായിരുന്ന ഓടയുടെ ഭാഗത്തേക്ക് ഇടിച്ചു കയറുന്നു എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ പറഞ്ഞിരുന്നത്. അപ്പോൾ തന്നെ ഈ ഡ്രൈവർ അവിടെ നിന്നും അയാളെ കാണാതാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് പോലീസ് അയാളെ കണ്ടെത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗതാഗത വകുപ്പിന്റെ പരിശോധന ഇന്ന് ഉച്ചയ്ക്ക് ഈ വാഹനവുമായി ബന്ധപ്പെട്ട് നെടുമങ്ങാട് നടന്നിരുന്നു. വാഹനത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു പ്രാഥമിക പരിശോധനയിൽ അവർക്ക് മനസ്സിലാകുന്നത് ഒട്ടനവധി നിയമലംഘനങ്ങൾ അതിലുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ശബ്ദ വെളിച്ച സംവിധാനങ്ങളെല്ലാം അനുവദിക്കുന്നതിലും കൂടുതൽ വസ്തുക്കളും മറ്റുമൊക്കെ അതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വാഹനത്തിന്റെ അമിത വേഗതയും ആണ് അപകട കാരണമെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഈ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദ് ചെയ്തിട്ടുണ്ട്. 2 വാഹനത്തിന്റെ ഫിറ്റ്നസ്, RC പെർമിറ്റ് എന്നിവയും റദ്ദാക്കിയിട്ടുണ്ട്. അതായത് ഈ ബസ് ഇനി കുറച്ചു കാലത്തേക്ക് എന്തായാലും നിരത്തിലിറക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതിൽ പൂർണ്ണമായ നടപടികൾ വരുന്നത് വരെ ആ ബസ് എന്തായാലും നിരത്തിലിറക്കാൻ സാധിക്കുകയില്ല. ഈ ബസ്സിന്റെ നേരത്തെയുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത്യധികം ഉയർന്ന ശബ്ദത്തിലുള്ള ഓഡിയോ സിസ്റ്റവും വലിയ ലൈറ്റ് സംവിധാനവും ലേസർ ലൈറ്റ് സംവിധാനവും ഒക്കെയായി ബസ്സിനെ പറ്റിയുള്ള വീഡിയോസ് ഒക്കെ നേരത്തെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ്, നിയമലംഘനങ്ങൾ കൂടി കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു നടപടി വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഡ്രൈവറുടെ അശ്രദ്ധ കാരണമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നുകൂടി MVD കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അമിത വേഗതയും അശ്രദ്ധയുമാണ് അപകടത്തിന് കാരണം എന്നുള്ളത്. പ്രദേശവാസികൾ പരാതി പറയുന്നത് ആ വളവ് അശാസ്ത്രീയമാണ്, ആ റോഡ് നിർമ്മാണവും അശാസ്ത്രീയമാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം മാത്രവുമല്ല, ഈ നെടുമങ്ങാട്, കാട്ടാക്കട, വെള്ളനാട് ഭാഗത്തുള്ള ജനങ്ങളെല്ലാവരും ഈ ആറ്റിങ്ങൽ, വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റു ജില്ലകളിലേക്ക് കടക്കാനും ഉപയോഗിക്കുന്ന ഒരു വഴി കൂടിയാണത്. അവിടെ അശാസ്ത്രീയമായ ഒരു റോഡ് നിർമ്മാണം ഉണ്ടെന്ന് കൂടി ജനങ്ങൾ അവിടെ പരാതി പറയുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ? അതായത് ഈ റോഡിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അവിടുത്തെ ഒരു വളവ് നമ്മൾ സാധാരണ റോഡുകളിൽ കാണുന്നത് പോലെയുള്ള ഒരു വളവല്ല അവിടെ ഉള്ളത്. അത് കുറച്ച് റോഡിന്റെ ഒരു സാധാരണഗതിയിൽ അപ്പുറത്തേക്ക് ഒരു പൊടുന്നനെയുള്ളൊരു വളവ് വന്നിട്ട് പെട്ടെന്ന് വീണ്ടും, അതായത് നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ചില നാട്ടുകാരെങ്കിലും പറയുന്നത് കൊണ്ട് ചിലരുടെയൊക്കെ സ്ഥലങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഈ റോഡിന്റെ അലൈൻമെന്റിലടക്കം മാറ്റം വരുത്തി എന്നുള്ള ആരോപണങ്ങൾ അവിടെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. മാത്രമല്ല, റോഡിന്റെ ഒരു വശത്ത് പകുതിയോളം മാത്രം ടാർ ചെയ്തിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ ഓടകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചില്ല. പലയിടത്തും പഴയ റോഡിന്റെ ഭാഗങ്ങൾ കുറച്ച് ഭാഗത്ത് തെളിഞ്ഞു നിൽക്കുമ്പോൾ അതിനോട് ചേർന്ന് തന്നെ വാഹനങ്ങൾ ഉയർന്ന തലത്തിൽ പുതിയതായി ടാർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ഒരു വശത്തെ ടയർ പുതിയ റോഡിലും മറുവശത്തെ ടയർ പഴയ റോഡിന്റെ താഴ്ന്ന ഭാഗത്തും കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ വ്യാപകമായ പരാതികൾ ഈ റോഡിനെ കുറിച്ച്, ഈ റോഡിന്റെ നിർമ്മാണത്തെ കുറിച്ചുണ്ട്. 2 വർഷത്തിലധികമായി ജോലികൾ തുടരുന്ന റോഡാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ടാർ ചെയ്യും, ചില സ്ഥലങ്ങളിൽ ടാറിങ് ചെയ്യാതിരിക്കുന്ന അവസ്ഥ. ഈ അപകടം നടന്ന വളവിൽ പോലും 2 തട്ടായി, അതായത് ഏതാനും സെന്റിമീറ്ററുകൾ ഉയരത്തിൽ ആണ് ഒരു വശത്തെ ടാറിങ് നിൽക്കുന്നത്. മറുവശത്തെ റോഡിന്റെ നടുക്ക് വശം വെച്ച് നോക്കിയാൽ ഒരു വശത്ത് ടാറിങ് ഉയർന്നു നിൽക്കുന്നു, മറുവശത്ത് ടാറിങ് താഴ്ന്നു നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ റോഡിന്റെ അശാസ്ത്രീയതയെ നമ്മൾ ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടതുണ്ട്. അപകടങ്ങൾക്ക് കാരണമാകുന്ന വിധത്തിൽ തന്നെയാണ് ആ റോഡ് നിർമ്മാണം എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും എല്ലാം സർക്കാർ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും നാട്ടുകാർ വലിയ രീതിയിൽ റോഡിന്റെ അശാസ്ത്രീയത സംബന്ധിച്ച ആരോപണങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. ദേവിക. ശരി, പ്രജിത്ത് മോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.